ദിന വിശുദ്ധർ മെയ് 27 കാൻറ്റർബറിയിലെ വിശുദ്ധ അഗസ്റ്റിൻ. റോമിലാണ് വിശുദ്ധ അഗസ്റ്റിൻ ജനിച്ചത്. ബ്രിട്ടനിലെ വിജാതിയർ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുവാൻ വിസമ്മതിക്കുന്നുവെന്ന വാർത്ത ഗ്രിഗറി ഒന്നാമൻ പാപ്പയുടെ ചെവിയിലെത്തിയപ്പോൾ അദ്ദേഹം ബെനഡിക്റ്റൻ പ്രിയോർ ആയിരുന്ന വിശുദ്ധ അഗസ്റ്റിനെയും വിശുദ്ധൻ്റെ കൂടെ ഏതാണ്ട് 40ഓളം ബെനഡിക്റ്റൻ സന്യാസിമാരെയും ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. ഈ ദൗത്യത്തിൽ ഉണ്ടായേക്കാവുന്ന വലിയ അപകടങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വകവയ്ക്കാതെ വിശുദ്ധനും കൂട്ടരും ഇംഗ്ലണ്ടിലെത്തി. അവിടെ തങ്ങളുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ പെട്ടെന്ന് തന്നെ വിജയം കാണുകയും ചെയ്തു. 596 പെന്തക്കോസ്ത് ഞായറാഴ്ച രാജാവായ എഥൽബർട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഭൂരിഭാഗം പ്രഭുക്കളും ജനങ്ങളും അദ്ദേഹത്തിൻ്റെ മാതൃകയെ പിന്തുടർന്നു. മഹാനായ ഗ്രിഗറി പാപ്പയുടെ ഒരു പ്രതിനിധിയായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ. ഗ്രിഗറിയുടെ കാലത്ത് ഐറിഷ് സന്യാസിമാർ ഒഴികെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് പാശ്ചാത്യ സഭയിൽ കാര്യമായ അറിവില്ലായിരുന്നു. മഹാനായ ഗ്രിഗറിയുടെ മഹത്വമാണ് ഇതിന് പുനരുജ്ജീവൻ നൽകിയത്. ഇംഗ്ലണ്ടിലെ വിജാതിയർക്കിടയിൽ ഒരു സുവിശേഷ ദൗത്യം ആരംഭിക്കുവാൻ പാപ്പായ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവിടുത്തെ വിജാതിയർ അവിടുത്തെ ക്രിസ്ത്യാനികളെ മറ്റുള്ള ക്രിസ്ത്യൻ ലോകവുമായി അകറ്റിയാണ് നിർത്തിയിരുന്നത്. 596 പുതുതായി ആരംഭിച്ച ബെനഡിക്റ്റൈൻ സഭയുടെ നിയമങ്ങൾ പിന്തുടരുന്ന ഒരു ഇറ്റാലിയൻ സന്യാസിയെ അയക്കുവാൻ പാപ്പ തീരുമാനിച്ചു. അതിന് പ്രകാരം വിശുദ്ധ അഗസ്റ്റിൻ കുറച്ച് സന്യാസിമാരുമായി ഇംഗ്ലണ്ടിലേക്ക് യാത്രയായി. പക്ഷേ തെക്കൻ ഗൗളിൽ എത്തിയപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവുകയും വിശുദ്ധ അഗസ്റ്റിൻ പാപ്പയുടെ സഹായം അപേക്ഷിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി പാപ്പ വിശുദ്ധ അഗസ്റ്റിനെ അവരുടെ ആശ്രമാധിപതിയാക്കുകയും മറ്റുള്ളവർ അദ്ദേഹത്തെ അനുസരിക്കേണ്ടതാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ അധികാരത്തിൻ്റെ ബലത്തിൽ വിശുദ്ധൻ 597 വിജയകരമായി ഇംഗ്ലണ്ടിലെത്തി. താനറ്റ് ദ്വീപിലെ കെൻറ്റിലാണ് അവർ എത്തിയത്. ഏഥൽബർട്ടും കെൻറ്റിലെ ജനങ്ങളും ആദ്യം ക്രിസ്തുമതത്തെ സ്വീകരിക്കാൻ വിസമ്മതിച്ചുവെങ്കിലും വിശുദ്ധ മാർട്ടിൻ്റെ നാമധേയത്തിലുള്ള ഒരു പുരാതന ദേവാലയം അറ്റകുറ്റപ്പണികൾ നടത്തി വിശുദ്ധൻ്റെ ഉപയോഗത്തിനായി നൽകി. പക്ഷേ അതിനുശേഷം പെട്ടെന്ന് തന്നെ രാജാവായ എഥൽബർട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. പിന്നീട് പാപ്പയോട് ആലോചിച്ചതിന് ശേഷം സഭ കേന്ദ്രത്തെ കാൻറ്റർബറിയിൽ നിന്നും ലണ്ടനിലേക്ക് മാറ്റുവാൻ വേണ്ട പദ്ധതി തയ്യാറാക്കി. കൂടാതെ യോർക്കിൽ മറ്റൊരു പ്രവിശ്യ സ്ഥാപിക്കാനും പദ്ധതിയിട്ടു. എന്നാൽ ചില സംഭവ വികാസങ്ങൾ കാരണം ഈ പദ്ധതികൾ നടപ്പിലായില്ല. എന്നിരുന്നാലും വിശുദ്ധൻ്റെ ദൗത്യത്തിൻ്റെ പുരോഗതി അഭംഗുരം തുടർന്നു. 604 609 ഇടയ്ക്കുള്ള വിശുദ്ധൻ്റെ മരണം വരെ അത് തുടർന്നുകൊണ്ടിരുന്നു. വിശുദ്ധ അഗസ്റ്റിൻ ഇംഗ്ലണ്ടിലെത്തിയതിനു ശേഷം നേരിട്ട ഏക പരാജയമെന്നത് വെൽഷ് ക്രിസ്ത്യാനികളുമായി അനുരഞ്ജനത്തിലാകുവാനും ഈസ്റ്റർ ദിനം നിർണയിക്കുന്ന കാര്യത്തിൽ റോമൻ പാരമ്പര്യം സ്വീകരിക്കുവാനും ആചാരങ്ങളിലെ ചില തെറ്റുകൾ തിരുത്തി അവരെ തൻ്റെ അധീനതയിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ വിശുദ്ധൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. വിശുദ്ധൻ വെൽഷിലെ സഭാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും കൂടിക്കാഴ്ചയ്ക്കായി അവർ വന്നപ്പോൾ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും അദ്ദേഹം എഴുന്നേൽക്കാത്തത് അവരെ ചൊടിപ്പിച്ചു. ഇക്കാര്യത്തിൽ വിശുദ്ധ വീടിനെയും വശത്താക്കുവാൻ വിശുദ്ധന് കഴിഞ്ഞില്ല. വിശുദ്ധ അഗസ്റ്റിൻ ഒരു വീരനായ പ്രേക്ഷിതനോ നയതന്ത്രജ്ഞനോ ആയിരുന്നില്ല. എന്നിരുന്നാലും വളരെ മഹത്തായ പ്രേക്ഷിത പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഇറ്റലിയിൽ അല്ലെങ്കിൽ ഗൗളിലോ മറ്റു വിദൂര സ്ഥലങ്ങളിലോ സുവിശേഷ പ്രഘോഷണത്തിന് പോകുവാൻ തയ്യാറാകുന്ന ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ. 604 ഇംഗ്ലണ്ടിലെ കാൻറ്റർബറിയിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത്.